ഹായ്, എസ് പി അരുളനാണ്. രാവിലെ വികസിത് ഭാരത് എൻ്റെ വീട്ടിലൂടെ എത്തിയതിൻ്റെ ഒരു അവസ്ഥയാണ്. വികസിത് ഭാരത് വന്നു, ഒരു തെരഞ്ഞെടുപ്പ് കാലം കൂടി നമ്മുടെ നാട്ടിൽ വരുമ്പോൾ നിങ്ങളുടെ വീട്ടിൽ വോട്ട് ചോദിച്ചെത്തുന്ന വികസിത് ഭാരതിൻ്റെ ആൾക്കാരുണ്ടല്ലോ, അഥവാ BJP-ക്കാർ, അവരുടെ കഴിഞ്ഞ 10-12 വർഷത്തെ വികസനം കൊണ്ട് നമ്മൾക്ക് കഴിഞ്ഞ ഒരു മാസത്തിലേറെ നമുക്ക് നേരിടേണ്ടി വരുന്നൊരു അവസ്ഥയാണ്. കണ്ടില്ലേ, രാവിലെ കുടിവെള്ളം മുട്ടി, ഗ്യാസ് ഉണ്ടോ? ഉണ്ട്, കുറ്റിയുണ്ട്. വികസിത് ഭാരതിൽ നയതന്ത്ര ബന്ധവും ഇതെല്ലാം നമ്മൾ വലിയ ഊഷ്മളമാക്കി കഴിഞ്ഞ 14 വർഷത്തിനിടയിൽ നമ്മൾ വലിയ നേട്ടമുണ്ടാക്കി എന്ന് പറയുമ്പോൾ കേവലം പശ്ചിമേഷ്യയിൽ ഒരു യുദ്ധം തുടങ്ങി ഒരാഴ്ച പിന്നിടുന്ന അവസ്ഥയിൽ എൻ്റെ വീട്ടിലെത്തിയ വികസിത് ഭാരതമാണ്. ഞാനും കൊച്ചുങ്ങളുടെ രാവിലെ വീട്ടിൽ വൈഫിന് രാവിലെ മോർണിംഗ് ഷിഫ്റ്റ് ആയതുകൊണ്ട് പോകേണ്ടി വന്നു. അപ്പോൾ കുടിവെള്ളം വേണം, അരി വയ്ക്കണം. ഈ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ നമ്മുടെ നാട്ടിൽ ഗ്യാസ് ഇതിപ്പോൾ നിങ്ങളുടെ വീടുകളിലും പലയിടത്തും എത്തിക്കാണും. അപ്പോൾ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ള റിക്വസ്റ്റ്, നമ്മുടെ നാട്ടിൽ വികസനം വന്നു എന്ന് പറയുമ്പോൾ കേവലം ഒരാഴ്ച കൊണ്ട് അല്ലെങ്കിൽ 10 ദിവസത്തിനകത്ത് നമ്മുടെ വീടുകളിൽ ഈ അവസ്ഥ, അതായത് ആർഷഭാരത സംസ്കാരത്തിലേക്ക് നമ്മൾ മടങ്ങിപ്പോവുകയാണ്. വീട്ടിൽ വെള്ളം ചൂടാക്കണമെന്നുണ്ടെങ്കിലും ചോറ് വയ്ക്കണമെന്നുണ്ടെങ്കിലും 25 ദിവസം കഴിഞ്ഞാലേ നമുക്ക് ബുക്കിംഗ് കിട്ടുമെന്നുള്ളൊരവസ്ഥയുണ്ട്. ആർക്കും മുൻകൂട്ടി അറിയാൻ പറ്റുന്നില്ലല്ലോ ഇതിപ്പോൾ കിട്ടുമോ ഇല്ലയോ എന്നുള്ള കാര്യം. ഒരു ഗ്യാസൊക്കെ വന്നതിന് ശേഷം അടുത്ത ബുക്കിങ്ങിന് വേണ്ടി നമ്മൾ ചിലപ്പോൾ അടുത്ത നിയറസ്റ്റ് ഡേറ്റ് ആണ്, പെട്ടെന്ന് കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നുകൊണ്ട് നിയറസ്റ്റ് ഡേറ്റ് ആണ്. ഇതിനോടൊപ്പം തന്നെ ഒരു കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, മുൻപ് നമുക്ക് ഇതേ ഗ്യാസ് കുറ്റി, ഈ ആർഷഭാരത സംസ്കാരത്തിന് ശേഷം നമ്മുടെ നാട്ടിൽ ഗ്യാസ് കുറ്റി വന്നതിന് ശേഷം നമ്മൾക്ക് അന്നത്തെ കാലഘട്ടത്തിൽ ഇത് ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന സമയത്ത് ഈ ഗ്യാസ് കുറ്റിയിൽ നമ്മൾ വീട്ടിൽ വരുന്നവർക്ക് ഫുൾ തുക കൊടുത്തു കഴിഞ്ഞാൽ വികസിത് ഭാരതിന് മുന്നോടിയായിട്ട് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഇതിൻ്റെ സബ്സിഡി വരുമായിരുന്നു. എപ്പോഴാണിത് നിന്ന് പോയെന്ന് നമുക്കറിയില്ല. അത് നമ്മുടെ രാജ്യത്തെ വികസിപ്പിക്കാൻ വേണ്ടിയാണെന്ന് പറഞ്ഞു. ശരി, രാജ്യത്തൊരു ചെറിയ പ്രതിസന്ധി അല്ലെങ്കിൽ ലോകത്താകമാനം ഒരു ചെറിയ പ്രതിസന്ധി വന്നാൽ നമ്മുടെ നാട്ടിലെ ഹോട്ടലുകൾ അടഞ്ഞു കഴിഞ്ഞു, ഭക്ഷണശാലകൾ കിട്ടാത്ത അവസ്ഥ, ഹോസ്റ്റലുകൾ പ്രവർത്തിക്കാൻ പറ്റാത്ത അവസ്ഥ, എന്തിനേറെ പറയുന്നു വീടുകളിൽ പോലും ഈ ഒരു അവസ്ഥ വന്നു. എൻ്റെ വീട്ടിൽ വന്നൊരവസ്ഥയാണ്. വരും ദിവസങ്ങളിൽ നിങ്ങളുടെ വീട്ടിൽ വന്നിട്ടില്ലെങ്കിൽ വരാനുള്ള സാഹചര്യം വളരെ കൂടുതലാണ്. കാര്യം 2 ഷിപ്പിലുള്ളത് ഹോസ്മുർഗ് നമ്മുടെ കടലിടുക്ക് കടന്ന് വന്നിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. എന്നിരുന്നാലും എവിടെ തികയാനാണ്? 140 കോടി ജനങ്ങളുള്ളിടത്ത് ഇത് ഈ അവസ്ഥയിലേക്ക് നമ്മളെ എത്തിച്ച ആ വികസനം ഉണ്ടല്ലോ, നമുക്ക് കരുതൽ ശേഖരമില്ലാത്ത ആ ഒരു അവസ്ഥ, അത് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇപ്പോൾ നോക്കിയേ, രാവിലെ ഈ ഉണക്ക വിറകും തിരക്കി രാവിലെ പോകേണ്ട ഒരു അവസ്ഥയെന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എത്രത്തോളം ബുദ്ധിമുട്ട് നേരിടുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ നിങ്ങളുടെ വീട്ടിൽ വോട്ട് ചോദിച്ചു വരുന്ന BJP-ക്കാരുണ്ടാവും. ഈ ഗ്യാസ് കുറ്റിയെടുത്ത് മുന്നിൽ വയ്ക്കണം. ഞങ്ങൾക്ക് ഗ്യാസ് എവിടെ എന്ന ചോദ്യം ചോദിക്കണം. ആ ഗ്യാസ് കിട്ടുകയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ തെരഞ്ഞെടുപ്പിൽ വോട്ടുള്ളൂ എന്ന് പറയേണ്ടതുണ്ട്. കാര്യം ഈ ഗ്യാസ് കുറ്റി പോലെ തന്നെ അടിക്കുന്നത് മുഴുവൻ ഗ്യാസാണ്. ഇപ്പോൾ യഥാർത്ഥ ഗ്യാസ് അവരെ പോലെ തന്നെ ഒഴിഞ്ഞ സന്ദർഭത്തിൽ ഇവർക്ക് ഒരു ചുക്കും ചെയ്യാനില്ല. നമ്മുടെ നികുതി പണമെടുത്ത് രാജ്യത്താകമാനം അദ്ദേഹം വിദേശ ടൂറൊക്കെ നടത്തി നയതന്ത്ര ട്രിപ്പൊക്കെ അടിക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ ഈ രാജ്യം മേക്ക് ഇൻ ഇന്ത്യ എന്നൊക്കെ പറയുമ്പോൾ എന്താണ് നമ്മൾ മേക്ക് ചെയ്തതെന്ന് ചോദിക്കുകയാണ്. ഇപ്പോഴും കേരളത്തിൻ്റെ നമ്മൾ കൺസ്യൂമിങ് സ്റ്റേറ്റ് എന്ന് പറയുന്ന പോലെ ഈ രാജ്യത്ത് എവിടെയെങ്കിലും ഒരു യുദ്ധം ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ പട്ടിണി കിടക്കേണ്ട അവസ്ഥ, നമ്മുടെ അടുക്കള പൂട്ടേണ്ട അവസ്ഥ, ഈ ഗതിയുണ്ട് എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ BJP-ക്കാർ വോട്ട് ചോദിച്ച് വീട്ടിൽ വരുന്നുണ്ടെങ്കിൽ വേറെ ഒന്നും സംസാരിക്കേണ്ട, നേരെ ഈ ഗ്യാസ് കുറ്റിയെടുത്ത് മുന്നിൽ വയ്ക്കുക. അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു അടുപ്പിൽ അവരുടെ ഒരു പാത്രം വെള്ളം ചൂടാക്കി തന്നിട്ട് പോയാൽ വോട്ടുണ്ടെന്ന് നിങ്ങൾ പറയുക. അത് ഈ നാടിൻ്റെ ഓരോ ജനതയുടെ ഉത്തരവാദിത്തമാണ്. ഇത്രയും കാലം നടത്തിക്കൊണ്ടിരുന്ന ഈ നയതന്ത്ര തള്ളൽ എന്താണ് എന്ന് തെളിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഒരു ചരുവം വെള്ളം വീട്ടിൽ കുടിവെള്ളത്തിനായോ മറ്റോ ആയിട്ടൊക്കെ നിങ്ങൾ റെഡിയാക്കി തന്നാൽ വോട്ട് ചെയ്യാം. കാര്യം ഇതൊന്നും ചെയ്തിട്ടില്ലാത്തതുകൊണ്ടാണ് ഈ ബുദ്ധിമുട്ടുകളെക്കുറിച്ച് അറിയാത്തത്. കാര്യം ഇപ്പോഴും ആഡംബരങ്ങളുള്ളവരുടെ വീട്ടിൽ ഇലക്ട്രിസിറ്റി വെച്ച് എന്ത് ചെയ്യാൻ പറ്റും? കുക്ക് ചെയ്യാൻ പറ്റും. നമുക്കത് പറ്റുമോ? അങ്ങനെ ഇലക്ട്രിസിറ്റി ഉപയോഗിക്കുകയാണെങ്കിൽ പോലും വേനൽക്കാലമാണ്, എത്ര ദിവസം നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും? കാര്യം ഉൽപ്പാദനം കുറഞ്ഞു നിൽക്കുന്ന സന്ദർഭത്തിൽ ഇലക്ട്രിസിറ്റി ഇപ്പോൾ തന്നെ AC യും മറ്റ് സാധനങ്ങളും ഉപയോഗിക്കാനായിട്ട് ഹയറായി നിൽക്കുന്ന സന്ദർഭത്തിൽ ഇത്
ആം, ആ രീതിയിൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാന്ന് വെച്ചാലും നടക്കില്ല. അപ്പോൾ വീടുകളുടെ അടുക്കളയുടെ അവസ്ഥ ഏകദേശം വഴിമുട്ടുന്ന അവസ്ഥയിലേക്ക് പോവുകയാണ്. ഇതിനിടയിൽ ഒരു മഴയും കൂടി പെയ്യുകയാണെങ്കിൽ വിറകുകൾ കൂടി കിട്ടാത്ത അവസ്ഥ വരും. അപ്പോൾ എന്താകും വികസിത് ഭാരതിലെ നമ്മുടെ കുറച്ച് കാലത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഞാനും പിള്ളേരും കൂടി, ഒരാൾ കൂടി ഉണ്ട്, ഒരാൾ അവിടെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ഈ അവസ്ഥയിലാണ് കടന്നു പോകുന്നത്. അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് കാലം ഗ്യാസ് കുറ്റിയുടെ ഒരു പ്രതിഷേധ കാലം കൂടിയാണ്. എവിടെ ഗ്യാസ് കുറ്റി എന്ന് ചോദിച്ചതിന് ശേഷം മാത്രമേ വോട്ട് കൊടുക്കാവൂ എന്നുള്ള ഒരു കർശനമായിട്ടുള്ള തീരുമാനം നിങ്ങൾ കൈക്കൊള്ളേണ്ടതുണ്ട്. ഇമാതിരി ഗ്യാസ് അടിച്ച് പറ്റിക്കാമെന്ന് ഇനിയും നിങ്ങൾ വിചാരിക്കരുത് എന്ന് പറയാനുള്ള ഉത്തരവാദിത്വം ഈ കേരളത്തിൻ്റെ ഓരോ പൗരന്മാർക്കും ഉണ്ടെന്ന് വളരെ ശക്തമായി എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറഞ്ഞു വയ്ക്കുകയാണ്.